ഗൈസ്, ഞാൻ എന്താ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ഇതാണ് എൻ്റെ റൂം. വൃത്തിയും വെടുപ്പം നോക്കണ്ട. ഇതാണ് ഞാൻ കിടക്കുന്ന സ്ഥലം. ഇത് എൻ്റെ കൂട്ടുകാരൻ ബിപിൻ കിടക്കുന്ന സ്ഥലം. തിരക്കേടില്ല. ഞാൻ ഭുജീബ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഭുജീബ ആകുമ്പോൾ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. റൂം റെൻറ്റ് 280 യൂറോ ആണ് റൂം റെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. നമുക്കിവിടെ മാൾട്ടയിൽ ആകെ ഒരു 300 കിലോമീറ്ററിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബസ് മാത്രമേ ഉള്ളൂ. ഇവിടെ ട്രെയിനൊന്നുമില്ല. പിന്നെ ഫ്ലൈറ്റും ഷിപ്പുമാണ്. അപ്പോൾ ഇവിടെ ബസ് കാർഡ് എടുക്കണം. നമുക്ക് ബസ് കാർഡ് 15 യൂറോ കണ്ടേ ഉള്ളൂ. ബസ് കാർഡ് എടുത്താൽ നമുക്ക് എന്തോരം വേണമെങ്കിലും എത്ര വേണമെങ്കിലും മാൾട്ടയിൽ യാത്ര ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. വേണ്ട, എൻ്റെ റൂം കണ്ട പുറത്തുനിന്ന് ഇവിടെ എന്താ ഈ കാണുന്ന വഴി അങ്ങോട്ട് ഒരു 1/2 കിലോമീറ്റർ പോയ ബസ് സ്റ്റാൻഡാണ്. ഭുജീബ ബസ് സ്റ്റേഷൻ. ഇതിപ്പോൾ ഞാൻ നടന്നു പോകുന്നത്. ഇനി ഇത് തൊട്ടപ്പുറത്ത് തന്നെ എനിക്ക് ബസ് സ്റ്റോപ്പുണ്ട്. ബസ് സ്റ്റോപ്പിൽ ചെന്ന് വലട്ടേക്ക് 31-48 നമ്പറൊക്കെയാണ് ബസ്സിന്. ആ ബസ് കയറി വലട്ടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. എനിക്ക് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നടത്തണം. അപ്പോൾ ഇതാണ് കണ്ടോ, തനി ബാംഗ്ലൂർ ഗുജറാത്ത് ടൈപ്പാണ് ഫ്ലാറ്റുകളെല്ലാം. ഇവിടെയൊക്കെ ഇത്തിരി നല്ല ഫ്ലാറ്റുകളാണ്. കുറച്ചും കൂടി ഗ്രാമപ്രദേശങ്ങൾക്ക് പോയ തനി ലോക്കൽ പരമ്പരാഗത. ഈ കടയാണ് ഞാൻ മുടി വെട്ടണ കട. പാകിസ്ഥാനിയുടെയാണ്. ഇത്തിരി ഗ്രാമപ്രദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ വളരെ എന്താ പറയുക, പഴയ വീട് പോലെ തോന്നും. പക്ഷെ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പാണ്. ഇതാ ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞ് ആ നേരെ കാണുന്ന ആ വളവ് തിരിഞ്ഞ എൻ്റെ ബസ് സ്റ്റോപ്പായി. എത്ര ദൂരമുള്ളൂ എനിക്ക് ബസ് സ്റ്റോപ്പിലേക്ക്. അതിൻ്റെ അപ്പുറത്ത് ബീച്ചുണ്ട്. അപ്പോൾ എനിക്കിനി 31 അല്ലെങ്കിൽ 48, 31 ഇത്തിരി ലേറ്റാവും. അപ്പോൾ 48 ബസ്സിന് കയറിയിട്ട് വലയട്ടയിൽ പോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ വലയട്ടയിൽ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇട്ട് തരാം. എന്തായാലും ഇത് ബസ് കയറണ വരെയുള്ള ഞാൻ വീഡിയോ എടുക്കാം. അത് കണ്ടോ, ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ബസ് സ്റ്റോപ്പ്. ഞാൻ നിങ്ങൾക്ക് ബീച്ച് കാട്ടിത്തരാം. തൊട്ടപ്പുറത്ത് ബീച്ചുണ്ട്. കണ്ടോ, ആ കാണുന്നതാണ് ബീച്ച്. ഭുജീബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ്. അതുകൊണ്ട് ഇവിടെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും കൂടുതലാണ്. ഇതാണ് ജെഫ് പാസിസി. അവിടെ നിന്നാണ് നമ്മൾ വന്ന ഉടനെ കയ്യിൽ കാശില്ലാണ്ടിരുന്നപ്പോൾ 70 യൂറോ ഉള്ളൂ.